ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡേ 29 എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് 29 ദിവസത്തെ എക്സാമാണ്, 29ാം ദിവസത്തെ എക്സാം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 28 ദിവസത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള നമ്മൾ തന്ന അതേ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് ഫോളോ ചെയ്തവർക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ സിലബസ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ. അതായത് ഓൾമോസ്റ്റ് ഏറെക്കുറെ കഴിയാനായി തന്നെ പറയാം. ഇനി വളരെ കുറച്ച് പോർഷൻസ് ആണ് നമുക്ക് സിലബസിൽ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോ കറക്റ്റായിട്ട് നമ്മൾ തരുന്ന അതേ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇനി അടുത്ത എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയ്ക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അത് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ അതേ സ്റ്റഡി പ്ലാനിൽ നമ്മൾ തരുന്ന എക്സാംസ് ഒക്കെ അതേപോലെ ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ കൂടുതൽ അതൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഡേ 29 കിടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ കമന്റ് ബോക്സിൽ താഴെ നമ്മൾ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളുടെ ലിങ്ക് ഒക്കെ കൊടുത്തത് കേട്ടോ. അപ്പൊ ഫ്രീ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ആ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ ഫ്രീ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കാണാമേ. ഓക്കെ, തുടങ്ങാം അല്ലേ. അപ്പോ നമ്മുടെ ചാനലാണ്, നമ്മുടെ പ്രസന്ന മാമിന്റെ ചാനലാണ് അറിവിന്റെ പേടകം. എല്ലാവർക്കും അറിയായിരിക്കാം. ഇതാണ് ശ്രീ ലേണിംഗ് ആപ്പ്. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെയും അതേപോലെ തന്നെ അറിവിന്റെ പേടകത്തിലെയും എല്ലാ പെയ്ഡ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ആപ്പിലൂടെയാണ്. നമ്മുടെ ആപ്പിന്റെ പേരാണ് ശ്രീ ലേണിംഗ് ആപ്പ്. ഈ ആപ്പ് ആപ്പ് സ്റ്റോറിലും അതേപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 29 പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ: ജിയോഗ്രഫിയിൽ നിന്ന് മഹാസമുദ്രങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഞ്ചായത്തി രാജ്, കെമിസ്ട്രിയിൽ നിന്ന് ലോഹസങ്കരങ്ങളും ആസിഡ് ആൽക്കലി pH മൂല്യമാണ്, സാഹിത്യത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മലയാള സിനിമയെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഡേ 30, നാളെ ഡേ 30 ആണ് അല്ലെ. നാളെ നമുക്ക് ഡേ 30 ആണ്, സൺഡേ ആണ് അല്ലെ. ഡേ 30 നമുക്ക് സൺഡേ ആണ്. സോ സൺഡേ എന്ന് പറയുന്നത് എന്താണ്? നാളെ റിവിഷൻ ആണ്. അപ്പൊ ഈ ഒരാഴ്ച നമ്മൾ എന്താണോ പഠിച്ചത് അത് നിങ്ങൾ നാളെ റിവിഷൻ ചെയ്യുക. സ്വയം റിവിഷൻ ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഈ ഒരാഴ്ച നമ്മൾ കുറെ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് എല്ലാം നാളെ ഇരുന്ന് നിങ്ങൾ മൊത്തമായിട്ട് അങ്ങ് റിവിഷൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനിയിപ്പോ തിങ്കളാഴ്ച മൺഡേ നമുക്ക് ഡേ 31 ആണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞങ്ങൾക്ക്, അപ്പൊ ക്ഷമിക്കണം. ഇപ്പൊ ഡേ 31 ഡേ 31 പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്: ഹിസ്റ്ററിയിൽ നിന്ന് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ജിയോഗ്രാഫിയിൽ നിന്ന് ഭൂഖണ്ഡങ്ങൾ, കേരള അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതുപോലെ ബയോളജിയിൽ നിന്ന് ആരോഗ്യക്ഷേമ പദ്ധതികൾ, മലയാളത്തിൽ നിന്ന് വിപരീത പദം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൺഡേക്ക് പഠിക്കാനുള്ളത്. ഇത് കിട്ടാത്തവര് എവിടെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സൈഡ് കുറിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പഠിച്ച് തിങ്കളാഴ്ചത്തേക്ക് റെഡി ആയിരിക്കും. അപ്പൊ നാളെ നമുക്ക് റിവിഷൻ ആണ്. ഈ ഒരാഴ്ച നിങ്ങൾ എന്തെല്ലാം പഠിച്ചോ അതൊക്കെ നാളെ റിവിഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഡേ 29 ഐശ്വര്യമായിട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അനിത ഹായ്. ആദ്യത്തെ ചോദ്യം, മിസ് CAയും SCERT മാത്രമായിട്ട് പെയ്ഡ് ക്ലാസ് കിട്ടുമല്ലോ? അരുൺ, കിട്ടൂട്ടോ. നമ്മുടെ നമ്പറിലോട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയേ. ഓക്കെ, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വസ്തുതകൾ വിലയിരുത്തുക. ആദ്യത്തെ ചോദ്യമാണ്: ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കടലുകൾ എന്ന് പറയുന്നത് അല്ലെ. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് എന്ത്? കടലുകൾ. ശരിയാണോ തെറ്റാണോ? ഇത് ശരിയായ പ്രസ്താവനയാണ്. പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ട് കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കടലുകൾ എന്ന് പറയുന്നത്. നോക്കൂ, കടലും കരയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം ഉൾക്കടൽ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. കടലും കരയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം എന്താണ്? ഉൾക്കടൽ അല്ല. എന്താണത് പറയുന്നത്? അതിന് നമ്മള് തിരാരേഖ അല്ലെങ്കിൽ കടൽ തീരം എന്ന് പറയുന്നു അല്ലെ. കടൽ തീരം അല്ലെങ്കിൽ എന്താ പറയുക അതിനെ? തിരാരേഖ. തിരാരേഖ അല്ലെങ്കിൽ കടൽ തീരം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന: കരഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ഉള്ളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് കടലിടുക്ക്. അത് ശരിയായ പ്രസ്താവനയാണ്. ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം? സജിത്ത്, നന്ദന, അതുപോലെ ഫല, സുനിൽ വിശ്വം, ശ്രീജ, ശരണ്യ
എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അല്ലെ, ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെ നമ്മൾ എന്തു പറയുന്നു? കടലുകൾ എന്നാണ് പറയുക. കരഭാഗത്തേക്ക് കരഭാഗങ്ങളിലേക്ക് കടൽ ഇങ്ങനെ കയറി നിൽക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഉൾക്കടൽ എന്ന് പറയുന്നത്. അല്ലെ, താരതമ്യേന ചെറിയ ഉൾക്കടലുകളെ നമ്മൾ കോവ് എന്ന് പറയുന്നു. ചെറിയ ഉൾക്കടലാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? കോവ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന സൂചനകൾ നിരീക്ഷിച്ച് സമുദ്രം ഏതെന്ന് തിരിച്ചറിയുക. വലിപ്പത്തിൽ 1ാം സ്ഥാനത്തുള്ള സമുദ്രമാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം കാണപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ്. ഏതാണിത്? ശരിയായ ഉത്തരം സജിത്ത്, ശ്രീജ, സുനിൽ വിശ്വം, ശരണ്യ എല്ലാവരും ശരി ഉത്തരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി ആണ്. അല്ലെ, ഏറ്റവും വലിപ്പത്തിൽ 1ാം സ്ഥാനമുള്ള സമുദ്രം എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളിൽ ആൻസർ വന്നു അല്ലെ. ഏതാണ് വലിപ്പത്തിൽ 1ാം സ്ഥാനമുള്ളത്? പസഫിക് സമുദ്രമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അല്ലെ, ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും ആഴം കൂടിയതാണ്. അല്ലെ, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നു. ഇത്രയേറെ പ്രത്യേകത ഉള്ളത് ഏതിനാണ്? അത് പസഫിക് സമുദ്രത്തിനാണ്. ഇനി അത് മാത്രമല്ല, ഏറ്റവും ആഴം കൂടിയ ഗർത്തമാണ് ചലഞ്ചർ ഗർത്തം. ഓക്കെ, അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ധാതു സമ്പന്നമായിട്ടുള്ള കടലും ഏത് തന്നെയാണ്? അതും പസഫിക് സമുദ്രം തന്നെയാണ്. അല്ലെ, നോക്കൂ, ഇന്ത്യൻ മഹാസമുദ്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ആഴം കൂടിയ ഗർത്തം വാൾട്ടർ ഗർത്തമാണ്. വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ് ഉള്ളത്. അല്ലെ, ഉത്തരധ്രുവത്തെ ചുറ്റിക്കടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ളതാണ് അറ്റ്ലാന്റിക്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ തെറ്റായ വസ്തുത ഏത്? കുറെ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതില് തെറ്റായവ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. അല്ലെ, ഏതാണ് തെറ്റായ പ്രസ്താവന? നോക്കൂ, പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന കരഭാഗങ്ങളാണ് ഉപദ്വീപുകൾ എന്ന് പറയുന്നത്. ശരിയാണോ? അതായത് പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളെ ഉപദ്വീപ് എന്നല്ല പറയുക. എന്താണ് പറയുന്നത്? അവയാണ് ദ്വീപുകൾ. അല്ലെ, ദ്വീപ് അല്ലെങ്കിൽ ദ്വീപ സമൂഹം എന്നൊക്കെ പറയില്ലേ, അതെന്താണ്? പൂർണ്ണമായും സമുദ്രത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ദ്വീപുകൾ എന്ന് പറയുന്നത്. ഉപദ്വീപ് അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. അത് ശരിയായ പ്രസ്താവനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? അത് ഗ്രീൻലാൻഡ് ആണ്. അടുത്തത് നോക്കൂ, 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളെ ദ്വീപുകൾ എന്നറിയപ്പെടുന്നു. തെറ്റാണ്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വൻകര ഭാഗങ്ങളാണ് ഉപദ്വീപുകൾ. ദ്വീപുകളല്ല. അവയെ എന്താ നമ്മൾ പറയുക? ഉപദ്വീപുകൾ എന്നാണ് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് തെറ്റായ വസ്തുത? ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? 1ാമത്തെ പ്രസ്താവനയും 3ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. നമ്മുടെ ഉത്തരം ഏതാണ് ശരി? 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഏതാണ്? 1ഉം 3ഉം. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. വേഗം നോക്കിക്കോളൂ, പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന നമുക്ക് കണ്ടുപിടിക്കാം. ഏതാണ്? സമുദ്രോപരിതല ജലത്തിന്റെ ശരാശരി ഊഷ്മാവ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരിയാണോ? ശരിയാണ്. അല്ലെ, സമുദ്രോപരിതലത്തിന്റെ ശരാശരി ഊഷ്മാവ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. സമുദ്രത്തിന്റെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് താപം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. തെറ്റാണ്. സമുദ്രത്തിന്റെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് താപം എന്ത് ചെയ്യുന്നു? താപം കുറയുന്നു. താപം എന്ത് ചെയ്യുന്നു? ആഴം കൂടും തോറും താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അടുത്തത്,
സമുദ്രജലം എല്ലായിടത്തും സമാനമായ ലവണ സ്വഭാവം പുലർത്തുന്നില്ല. ശരിയല്ലേ? ശരിയാണ്. സമുദ്രജലത്തിന് എല്ലായിടത്തും ഒരേ ലവണ സ്വഭാവമല്ല ഉള്ളത്. ഓരോ ഭാഗത്തോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു? അതിന്റെ ലവണ സ്വഭാവത്തിലും വ്യത്യാസം വരുന്നു. അടുത്തത് നോക്കൂ. കടൽ ജലം ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടിയതാണ് അല്ലെ? കാരണം അലിഞ്ഞു ചേർന്നിട്ടുള്ള ലവണങ്ങളുടെ സാന്നിധ്യമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. 1, 3, 4 മാത്രമാണ് ശരി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ആരൊക്കെ ഉത്തരം പറഞ്ഞു? ശ്രീജ, സജിത്ത്, സുനിൽ, ശരണ്യ, ST മ്യൂസിക്, ഫല, എല്ലാവരും പറഞ്ഞു ഉത്തരം ശരിയാണ്. വെരി വെൽ ഡൺ ഓൾ ഓഫ് യു. നന്നായി പഠിച്ചു പോവുക കേട്ടോ. അടുത്ത ചോദ്യം. സമുദ്രജലത്തിന്റെ ലവണത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. അല്ലെ? സമുദ്രജലത്തിന്റെ ലവണത്തിന്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്ന ലവണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. സമുദ്രജലത്തിന് എല്ലായിടത്തും ഒരേപോലെയല്ല അതിന്റെ ലവണത്വം ഉള്ളത്. ഓരോ ഭാഗങ്ങളിലും അതിന്റെ ലവണത്വത്തിൽ വ്യത്യാസം വരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് നോക്കൂ. കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. ശരിയാണ്. കര കൂടിയ ഭാഗത്ത് ലവണത്വം കൂടുതലായിരിക്കും. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് നോക്കൂ. ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലമെത്തുന്ന സമുദ്രഭാഗങ്ങളിലും ലവണത്വം എന്താവുന്നു? കുറയുന്നു. അല്ലെ? എന്താ പറയണേ? മഞ്ഞുരുകിയിട്ട് ഈ ഹിമാനികളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന, അങ്ങനെ ഉരുകി ഇറങ്ങുന്ന വെള്ളത്തിന് എന്തായിരിക്കും? ലവണത്വം വളരെ കുറവ് ആയിരിക്കും. ശരിയായ പ്രസ്താവനയാണ്. ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം എന്ത് ചെയ്യുന്നു? ലവണത്വം കുറഞ്ഞു വരുന്നു. ശരിയാണോ? ശരിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും എല്ലാ ഘടകങ്ങളും എന്താണ്? ശരിയാണ്. ഇനി ഈ പറഞ്ഞ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ ഹിമാനികളിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളത്തിൽ ലവണത്വം കുറവായിരിക്കും. അതുപോലെ മഴവെള്ളം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? മഴവെള്ളത്തിനും എന്തായിരിക്കും? ലവണത്വം കുറവായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സാധാരണ സമുദ്രജലത്തിനേക്കാളും ലവണത്വം മഴവെള്ളത്തിന് കുറവ് ആയിരിക്കും. അടുത്തത് നോക്കൂ. സമുദ്രജലത്തിന്റെ ചലനത്തെ ആശ്രയിക്കുന്ന വിവിധ ഘട്ടങ്ങൾ തിരിച്ചറിയുക. വിവിധ ഘട്ടങ്ങളല്ല, വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയുക. അല്ലെ? ഘട്ടങ്ങളല്ല, ഘടകങ്ങളാണ് കേട്ടോ. ഓക്കെ. സമുദ്രജലത്തിന്റെ ചലനത്തെ ആശ്രയിക്കുന്ന വിവിധ ഘടകങ്ങൾ തിരിച്ചറിയുക. ഏതൊക്കെയാണ്? സമുദ്രജലത്തിന്റെ ചലനത്തെ, അല്ലെങ്കിൽ സമുദ്രജലം നമ്മൾക്ക് ഇങ്ങനെ തിരമാലകളായിട്ട് താഴ്ന്നും പൊങ്ങിയൊക്കെ വരാറില്ലേ? ആ വേവ് ലൈക്ക് മോഷന് കാരണം എന്തൊക്കെയാണ്? തിരമാലകൾ നമുക്കറിയാം. തിരമാലകളുടെ ചലനം എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലെ? വേവ് ലൈക്ക് മോഷൻ ആണ്. ഇങ്ങനെയാണ് തിരമാലകളുടെ ചലനം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള തിരമാലകളുടെ ചലനത്തിന് കാരണം എന്തൊക്കെയാണ്? കാറ്റിന്റെ പ്രവർത്തനമാണോ? ഊഷ്മാവാണോ? സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണമാണോ? സാന്ദ്രത ആണോ? ഏതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്? ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും ശരിയാണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. എല്ലാതും ശരിയാണ്. കാരണം ഈ സമുദ്രജലങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വേവ് ലൈക്ക് മോഷന്, തിരമാല, വേലികൾ, ജലപ്രവാഹങ്ങൾ എന്നിവയ്ക്കൊക്കെ കാറ്റിന്റെ പ്രവർത്തനം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഊഷ്മാവിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങള് അല്ലെ, ലവണത്വം, സാന്ദ്രത എന്നിവയിലെ അസന്തുലിതാവസ്ഥ, ഇതൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട്? സമുദ്രജലത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഈ എല്ലാതും സമുദ്രത്തിന്റെ ചലനത്തെ ആശ്രയിക്കുന്ന വിവിധ ഘടകങ്ങൾ ആണ്. ഓക്കെ അല്ലേ? ഇതൊരു സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം. തിരമാലകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏതാണ്? തിരമാലകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏതാണെന്ന് കണ്ടുപിടിച്ചോളൂ. ഏതാണ് തിരമാലകളുമായി ബന്ധപ്പെട്ടിട്ട്? ഇതും സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന PSCക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് അല്ലെ? കാറ്റുകൾ സമുദ്ര ജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരമാലകൾ ഉണ്ടാവാൻ കാരണം. ആണോ? ശരിയാണ്. അടുത്തത് നോക്കൂ. തിരമാലകൾ എന്നാൽ ജലത്തിന്റെ ചലനമാണ്. എന്താണ്? അതായത് ജലത്തിന്റെ ചലനം, ജലം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതാണോ തിരമാലകൾ എന്ന് പറയുന്നത്? അല്ല. തിരമാലകൾ എന്ന് പറഞ്ഞാല് സമുദ്രോപരിതലത്തിലൂടെ ചലിച്ചു നീങ്ങുന്ന ഊർജ പ്രവാഹമാണ്. ഓക്കെ, തിരമാലകളുടെ ചലനമല്ല, ജലത്തിന്റെ ചലനമല്ല, മറിച്ച് എന്താണ്? സമുദ്ര ജലോപരിതലത്തിലൂടെ ഉണ്ടാകുന്ന ഊർജ വ്യത്യാസം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.
ഓക്കെ അല്ലേ? അടുത്തത് നോക്കൂ. കാറ്റിന്റെ വേഗത കൂടുമ്പോൾ തിരമാലയുടെ വലിപ്പം കൂടുന്നു. ശരിയാണ്. അടുത്തത് നോക്കൂ. ഒരു തിരയിലെ യഥാർത്ഥ ചലനം വൃത്താകൃതിയിലാണ്. ഒരു തിര യഥാർത്ഥത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു വേവ് ലൈക്ക് മോഷൻ ആണെങ്കിൽ പോലും പക്ഷെ അതിന്റെ ചലനം എങ്ങനെയാണ്? ഒരു വൃത്താകൃതിയിൽ ആണ്. വൃത്താകൃതിയിലുള്ള ഒരു ചലനമാണ്. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? തെറ്റായ വസ്തുത ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 2 മാത്രമാണ് തെറ്റ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിക്കുക. വേലികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അല്ലെ, വേലികൾ നമുക്കറിയാലോ, വേലിയേറ്റം വേലിയിറക്കം ഒക്കെ അല്ലെ. ഒരു വേലി ദിനത്തിന്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് 24 മണിക്കൂർ ആണ്. ആണോ? 24 മണിക്കൂർ മതിയോ ഒരു വേലി ദൈർഘ്യം എന്ന് പറയുന്നത്? അല്ല, 24 മണിക്കൂറും 50 മിനിറ്റും ആവശ്യമാണ്. 24 മണിക്കൂറും അതേപോലെ തന്നെ എത്ര മിനിറ്റ് വേണം? 50 മിനിറ്റും എന്തിനാവശ്യമാണ്? ഒരു വേലി സമയത്തിന് ആവശ്യമാണ്. അടുത്തത്, സമുദ്ര ജലവിധാനത്തിന്റെ ഉയർച്ച വേലിയേറ്റം എന്ന് അറിയപ്പെടുന്നു. അല്ലെ, സമുദ്രത്തിന്റെ അല്ലെങ്കിൽ സമുദ്ര ജലവിധാനത്തിന്റെ ഉയർച്ച എന്ത് പേരിൽ അറിയപ്പെടുന്നു? വേലിയേറ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശരിയാണ്. അടുത്തത് നോക്കൂ. വേലി ചലനങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ കാരണം ഭൂമിയുടെ പരിക്രമണമാണ്. തെറ്റാണ്. ഭൂമിയുടെ ഭ്രമണമാണ് ഈ പറയുന്ന വേലി ചലനങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ കാരണം. അടുത്തത് നോക്കൂ. ചോപ്പിന്റെ ആകൃതിയിലുള്ള ഉൾക്കടലുകളിൽ വേലിയേറ്റ വ്യാപ്തി എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഏതൊക്കെയാണ് നമ്മുടെ ശരി ഉത്തരം? ഏതൊക്കെയാണ് നമ്മുടെ ശരിയായ ഉത്തരം? 2ഉം 4ഉമാണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി. അല്ലെ, ഓപ്ഷൻ ബി ആണ് വേലിയേറ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം. സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ ഏതെല്ലാമാണ്? അല്ലെ, ഇത് ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. സമുദ്രജല പ്രവാഹങ്ങൾ നമുക്കറിയാം, കുറെ പ്രവാഹങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഏതൊക്കെയാണ്? കുറോഷി അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പ്രവാഹങ്ങളുടെ പേര് പറയാറുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും ഈ ജലപ്രവാഹങ്ങളെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെയാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോ ഇതിൽ നിന്ന് ഏതാണ് സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? ഗുരുത്വാകർഷണ ബലം, കൊറിയാലിസ് ബലം, കാറ്റുകൾ, സൗരോർജത്താലുള്ള താപനം. ഏതാണ് ഇതിൽ സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ? ഏതൊക്കെയാണ്? ആരൊക്കെയോ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സജിത്, സുനിൽ വിശ്വം, ശരണ്യ, ശ്രീജ. എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അല്ലെ, ഓപ്ഷൻ ഡി. ഇവയെല്ലാതും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ബലങ്ങളാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏതാണ്? ഫ്ലോറിഡ, അഗുൽഹാസ്, ലാബ്രഡോർ, കുറോഷിയോ. ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം? ഏതാണത്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണോ ബി ആണോ? ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. അഗുൽഹാസ് ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം. അല്ലെ, ഫ്ലോറിഡ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക് ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഫ്ലോറിഡ. ലാബ്രഡോർ അറ്റ്ലാന്റിക്കിലെ തന്നെ ശീതജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക്കിലെ തന്നെ ശീതജല പ്രവാഹമാണ്. കുറോഷിയോ പ്രവാഹം, ഓപ്ഷൻ ഡി കുറോഷിയോ പസഫിക് സമുദ്രമാണ് കേട്ടോ. കുറോഷിയോ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹത്തിന്റെ പേരാണ് കുറോഷിയോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്ര ഉഷ്ണജല പ്രവാഹം ഏതാണ്? അഗുൽഹാസ് ആണ്. ഫ്ലോറിഡ അറ്റ്ലാന്റിക് ആണ്. അറ്റ്ലാന്റിക്കിലെ ഉഷ്ണജല പ്രവാഹം. ലാബ്രഡോർ ശീതജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രം. കുറോഷിയോ പസഫിക് സമുദ്രം. ഓക്കെ, അപ്പൊ ഈ ജലപ്രവാഹങ്ങളുടെ പേരും അതുപോലെ തന്നെ ഏത് സമുദ്രത്തിലാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അത് കാരണം നമുക്ക് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ്ങിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണിത്. അടുത്ത ചോദ്യം.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായവ തിരഞ്ഞെടുക്കുക. അടുത്ത ഭാഗത്തിലോട്ട് നമ്മൾ കടന്നു. പ്രാദേശിക ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത വൈസ്രോയി ആണ് ലിട്ടൻ പ്രഭു. തെറ്റാണ് അല്ലെ? ലിട്ടൻ പ്രഭു അല്ല, റിപ്പൺ പ്രഭുവാണ് അല്ലെ? പ്രാദേശിക സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ലോർഡ് റിപ്പൺ ആണ് ശരി ഉത്തരം. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ശരിയായ ഉത്തരം. അടുത്തത്, ദ്വിഭരണ സമ്പ്രദായം നിലവിൽ വന്നത് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാര പ്രകാരമാണ്. അതും ശരിയായ പ്രസ്താവന. പ്രാദേശിക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1882 റിപ്പൺ പ്രഭുവിന്റെ പ്രമേയമാണ്. അതും ശരിയാണ് അല്ലെ? ഏതൊക്കെയാണ് നമ്മളുടെ ശരിയായ ഉത്തരം? 2, 3, 4 ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അല്ലെ? പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. റിപ്പൺ ആണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ? മോണ്ടേഗു ചെംസ്ഫോർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമം നടപ്പിലാക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ ഏതെല്ലാമാണ്? അല്ലെ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് നടപ്പിലാക്കിയ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി ആണ്. ശരിയാണ്. ആദ്യമായി നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രാബല്യത്തിൽ വന്നു. ശരിയായ പ്രസ്താവന. അടുത്തത്, സംയുക്ത ഫെഡറൽ സംവിധാനം നിലവിൽ വന്നു അല്ലെ? ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനം നിലവിൽ വന്നത് എപ്പോഴാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ടാണ്. ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കൂ, ജനാധിപത്യത്തെ വിശദീകരിക്കുവാൻ ഗാന്ധിജി ഉപയോഗിച്ച പദമാണ് സ്വരാജ്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ജനാധിപത്യത്തെ വിശദീകരിക്കാൻ ഗാന്ധിജി ഉപയോഗിച്ച ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് സ്വരാജ്. അടുത്തത്, വികേന്ദ്രീകൃത ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമങ്ങൾ. വികേന്ദ്രീകരണ ഭരണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഭരണം താഴെ തട്ടിൽ നിന്ന് തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഭരണം തുടങ്ങി, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ഉയരുന്ന ഒരു ത്രിതല പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ആർട്ടിക്കിൾ 73 വിഭാവനം ചെയ്യുന്നത്. ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, പഞ്ചായത്ത് ഭരണത്തെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 42. ശരിയാണോ? തെറ്റാണ്. ആർട്ടിക്കിൾ 40 അല്ലെ? അനുച്ഛേദത്തിന്റെ ഇതാണ് കേട്ടോ. ആർട്ടിക്കിൾ 42 അല്ല, ആർട്ടിക്കിൾ 40 എന്തിനെ പറ്റി പരാമർശിക്കുന്നത്? പഞ്ചായത്ത് ഭരണത്തെ പറ്റി പരാമർശിക്കുന്നത്. അടുത്ത പ്രസ്താവന, 4ാമത്തെ നോക്കൂ. ഗ്രാമവികസനം മുൻനിർത്തിക്കൊണ്ട് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ശരിയാണോ? തെറ്റാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നമ്മൾ എവിടെയാ പഠിച്ചത്? ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ്. 2ാം പദ്ധതിയിലല്ല, 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? 1ഉം 2ഉം മാത്രമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ശരി അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത്? വേഗം പറഞ്ഞോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് എനിക്കറിയാം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. രാജസ്ഥാൻ അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനില് ഇത് നിലവിൽ വരുന്നത്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനില് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം,
വികേന്ദ്രീകൃത ജനാധിപത്യത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട പ്രഥമ കമ്മിറ്റി ഏതാണ്? ഈ ഒരു പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 73-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ്. ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഓപ്ഷൻ എ ആണ് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ, അല്ലെ? ഓപ്ഷൻ എ ആണ് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. 1957 ബൽവന്ത് റായ് മേത്തയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പൊ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ത്രിതല പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇപ്പോഴും നടപ്പിലാക്കി വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ അശോക് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തെല്ലാമാണ്? അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പരിപാടികൾ, ശുപാർശകൾ ഏതെല്ലാമാണ് നോക്കാം നമുക്ക്. ദുർബല വിഭാഗങ്ങൾക്ക് സീറ്റ് സംവരണം ചെയ്യുക അശോക് മേത്ത കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. 2 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു, ശരിയായ പ്രസ്താവന. അടുത്തത് വികസന പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ജനകീയ പങ്കാളിത്തം. അടുത്തത് ഭരണഘടനാപരമായ പിന്തുണ നൽകുക, ശരിയായ പ്രസ്താവന. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഈ എല്ലാ ശുപാർശകളും ശരിയാണ്, അല്ലെ? ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണവും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 2% അല്ലെങ്കിൽ 2 സീറ്റുകൾ സംവരണം ചെയ്തത്, ജനകീയ പങ്കാളിത്തം എന്ന ആശയം, ഇതെല്ലാം 1977 രൂപീകരിച്ച അശോക് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളായിരുന്നു. അശോക് മേത്ത കമ്മീഷനെ കുറിച്ച് അല്ലെങ്കിൽ കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അശോക് മേത്ത കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ മലയാളി ആരാണെന്ന് ചോദിച്ചാല് EMS ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭേദഗതികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന PSD ഇഷ്ട മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചോളൂ. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭേദഗതിയിൽ ശരിയായവ നോക്കൂ. 73-ാം ഭരണഘടനാ ഭേദഗതി ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ്. 73 ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. താഴെ തട്ടിൽ നിന്ന് ഭരണം ആരംഭിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ ഒരു ത്രിതല ഭരണ സംവിധാനം നിലവിൽ വന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയത് ഈ ഒരു 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ആണ്, അല്ലെ? ഇനി 1990-ലാണ് 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. അല്ല, 1992 നിയമമായി 1993 നിലവിൽ വന്നു, അല്ലെ? 1992 ഇതൊരു നിയമമായിട്ട് മാറി. പക്ഷെ നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ആണ്. ആരുടെ ഭരണകാലത്തായിരുന്നു? PV നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് ആണ് ഇത് നിലവിൽ വന്നത്, അല്ലെ? അപ്പോ എന്തുകൊണ്ടും നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. കാരണം അത്രമേൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന് നമ്മുടെ എക്കോണമിയിൽ പ്രാധാന്യം ഉണ്ട്. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് തെറ്റായവ തിരഞ്ഞെടുക്കുക, അല്ലെ? വേഗം നോക്കുക. ഈ പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഏതാണ്? നോക്കൂ. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഏകീകൃത പഞ്ചായത്തി രാജ് ഘടനയാണ് ഉള്ളത്. ശരിയാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട്? ഈ പറയുന്ന താഴെ തട്ടിൽ നിന്നുള്ള വികേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തില് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ത്രിതല ഘടനയാണ് ഉള്ളത്. ശരിയായ പ്രസ്താവന. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത് ഗ്രാമപഞ്ചായത്താണ്. അതും ശരിയായ പ്രസ്താവനയാണ്, അല്ലെ? ഗ്രാമപഞ്ചായത്തുകളില് ഗ്രാമസഭ കൂടി ആ ഒരു പ്രദേശത്തിലെ പ്രാദേശിക പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷമാണ് ടോപ്പ് അതോറിറ്റിക്ക് കൈമാറുന്നത് ബ്ലോക്കിലേക്ക്, അല്ലെ? ഓരോ വാർഡും വാർഡ് മെമ്പർ എന്ന പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ശരിയാണ്, അല്ലെ?
ഓരോ വാർഡുകളിൽ നിന്നും ആ വാർഡിന്റെ മാത്രം റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള വാർഡ് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അടുത്തത് മണ്ഡൽ എന്ന് അറിയപ്പെട്ടിരുന്നത് ജില്ലാ പഞ്ചായത്ത് ആണ്. ശരിയാണോ? മണ്ഡൽ എന്നറിയപ്പെട്ടത് ജില്ലാ പഞ്ചായത്ത് അല്ല. അത് തെറ്റാണ്. എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം ഏതാണ്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അല്ലെ? അത് പഞ്ചായത്ത് സംവിധാനം അല്ലെങ്കിൽ ഒരു വികേന്ദ്രീകൃത ഭരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ ജില്ലാ പഞ്ചായത്ത്, അതിന് താഴെയാണ് ബ്ലോക്ക് പഞ്ചായത്ത്, അതിനും താഴെയാണ് ഗ്രാമപഞ്ചായത്ത് വരുന്നത്. അല്ലെ? അടുത്ത ചോദ്യം, ഗ്രാമസഭയുടെ സവിശേഷതകൾ ചുവടെ തന്നിരിക്കുന്നു. അവയിൽ നിന്നും എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ എന്ന് തെരഞ്ഞെടുക്കുക. ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ തെരഞ്ഞെടുക്കാനുള്ള ചോദ്യമാണ്. വേഗം നോക്കിക്കോളൂ. ഏതൊക്കെയാണ് പ്രസ്താവന? ഗ്രാമസഭകൾ അല്ലെ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വികേന്ദ്രീകൃത ഭരണത്തിന്റെ ഏറ്റവും ആശയം അല്ലെങ്കിൽ അതിന്റെ ഒരു മജ്ജയും മാംസവും കുടികൊള്ളുന്നത് ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഏതാണ് നമുക്ക് നോക്കാം ശരിയായ പ്രസ്താവന? നോക്കിക്കോളൂ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഏത്? അത് ഗ്രാമസഭകൾ. ശരിയായ പ്രസ്താവനയാണ്. ഗ്രാമസഭയുടെ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ശരിയാണ്. അടുത്ത പ്രസ്താവന നോക്കൂ. ഗ്രാമസഭയുടെ എക്സിക്യൂട്ടീവ് വിഭാഗമാണ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന എക്സിക്യൂട്ടീവ് വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാമപഞ്ചായത്തുകൾ. നഗരങ്ങളിൽ ഗ്രാമസഭ വാർഡ് സഭ എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ 4 ശരിയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഗ്രാമസഭയുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഈ പറഞ്ഞ എല്ലാതും എന്താണ്? ഗ്രാമസഭയുടെ സവിശേഷതകളാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അല്ലെ? നമുക്കറിയാം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഭരിക്കുന്ന സംവിധാനമാണ്. അല്ലെ? അപ്പൊ അത്തരത്തിൽ ആ ജനാധിപത്യത്തെ ഏറ്റവും മികവുറ്റതാക്കുന്ന ഒരു ഭരണ സംവിധാനം തന്നെയാണ് ഗ്രാമസഭകളിലൂടെ നമ്മൾ നടത്തുന്നത്. അല്ലെ? അപ്പോ ഏറ്റവും വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഏറ്റവും നല്ല ഭാഗം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ പ്രാബല്യത്തിൽ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഗ്രാമസഭകളിലൂടെയുള്ള നയതീരുമാനങ്ങൾ എടുക്കൽ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വിലയിരുത്തി ശരിയായവ തെരഞ്ഞെടുക്കുക. നോക്കിക്കോളൂ. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? നമുക്ക് നോക്കാം. 73ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ. സിനിമ വില്ല CPO അഡ്വൈസ് കിട്ടി അല്ലേ? ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്തത്, കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത് 1993 ഏപ്രിൽ 24 ആണ്. അല്ലെ? കേരളത്തില് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1993 94 ഏപ്രിൽ 23 ആണ്. ഏപ്രിൽ 23 ആണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. അടുത്തത് നോക്കൂ. വലിയ നഗരങ്ങളുടെ സംരക്ഷണം വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് മുനിസിപ്പൽ കൗൺസിൽ. വലിയ നഗരങ്ങളുടെ സംരക്ഷണം എവിടെയാണ്? അത് മുനിസിപ്പൽ കൗൺസിൽ അല്ല, മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. വലിയ നഗരങ്ങളുടെ സംരക്ഷണം മുനിസിപ്പൽ കൗൺസിൽ അല്ല, മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആണ് നടപ്പിലാക്കുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടികയാണ് 10ാം പട്ടിക. 10ാം പട്ടികയാണോ? തെറ്റാണ്. 12ാം പട്ടികയാണ് 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ശരിയല്ലേ? അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന ഏത് മാത്രമാണ്? 1 മാത്രമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അല്ലെ? 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ലൈവും ക്ലാസ്സുകളും നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ്
നമ്മൾ ഇടുന്ന വീഡിയോസും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തന്നെ ലഭിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായി പഠിക്കുക. നാളത്തെ ഒരു ദിവസം ഇന്ന് ഫുൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. തിങ്കളാഴ്ച നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.